കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നമ്മൾ ദുരാത്മാവിൻ്റെ സ്വാധീന ശക്തിയെക്കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. ദുരാത്മാവ് ബാധിക്കുന്ന ചില മേഖലകളെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ ചർച്ച ചെയ്തത്. എന്നാൽ ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന മനുഷ്യൻ്റെ ഹൃദയത്തെ അല്ലെങ്കിൽ മനസ്സിനെ ബാധിക്കുന്ന ചില സ്വാധീന ശക്തികളെക്കുറിച്ചാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. മനസ്സ് എന്നത് ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധക്കളമാണ്. മറ്റെല്ലാ യുദ്ധങ്ങളെക്കാളും വലിയ യുദ്ധം മനസ്സിലാണ് നടക്കുന്നത്. മനസ്സിനെ ആക്രമിക്കുന്ന ധാരാളം ദുരാത്മാക്കൾ ഉണ്ടെന്നുള്ളതാണ്. മാനസിക സമ്മർദ്ദങ്ങൾ കൊണ്ട് മനസ്സിലെ സമ്മർദ്ദം കൊണ്ട് അതിനെ അതിജീവിക്കാൻ കഴിയാതെ ആത്മഹത്യയിലേക്ക് പോയിട്ടുള്ള ധാരാളം ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരു കണക്ക് പറയുന്നത് സാധാരണ നടക്കുന്ന യുദ്ധങ്ങളെക്കാൾ കൂടുതൽ മരണം മനസ്സിലെ യുദ്ധാനന്തരമായിട്ട് മനുഷ്യൻ മരണപ്പെട്ടു പോകാറുണ്ടെന്നാണ്. അതായത് ലോകമഹായുദ്ധത്തിൽ നടന്ന സംഭവങ്ങൾ ശ്രദ്ധിച്ചാൽ അന്നുണ്ടായ മരണത്തെക്കാൾ കൂടുതൽ മനുഷ്യര് മനസ്സിലെ യുദ്ധങ്ങളുടെ പരാജയ നിമിത്തം ജീവിതം അവസാനിപ്പിക്കുന്നവരുടെ സംഖ്യ സാധാരണ യുദ്ധത്തിൽ മരിക്കുന്നതിനേക്കാൾ കൂടുതലാണ്. അപ്പോൾ മനസ്സിനെ ആക്രമിക്കുന്ന ശക്തികൾ എത്ര വലിയതാണ് എന്നുള്ളത് അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഒന്നാമത്തത് അവിശ്വാസമാണ്. മനുഷ്യനെ സ്വാധീനിക്കുന്ന ശക്തി അവിശ്വാസമാണ്. അവിശ്വാസം ശരിക്കും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. അവിശ്വാസത്തിന് നമ്മളിൽ സ്ഥാനം കൊടുക്കരുത്. മനുഷ്യരുടെ ഹൃദയത്തിലെ അവിശ്വാസമാണ് പല കാര്യങ്ങളും തെറ്റായിട്ട് അവനെ ചിന്തിക്കുവാൻ പ്രേരിപ്പിക്കുന്നത്. ആ ചിന്തയിൽ നിന്ന് അവന് സംശയം ഉളവെടുക്കുകയാണ്. അവിശ്വാസം ഉള്ളപ്പോൾ തന്നെ അവനിൽ സംശയം വരികയാണ്. രണ്ടാമത്തെ സ്വാധീന ശക്തിയാണ്, മനസ്സിനെ സ്വാധീനിക്കുന്ന രണ്ടാമത്തെ ശക്തിയാണ് സംശയം. അതൊരു മാനസിക പിശാചാണെന്ന് തന്നെ പറയാൻ പറ്റും. ആ പിശാചുമായിട്ട് ചിലരങ്ങ് ഒത്തുതീർപ്പിലാകും. അങ്ങനെ ഒത്തുതീർപ്പായാൽ അവൻ പാപം ചെയ്യുവാനായിട്ട് ഇടയാകുകയാണ്. അങ്ങനെ അതിൻ്റെ പാപം ചെയ്യുന്നതിൻ്റെ പരിണിതഫലമായി അവൻ്റെ മനസ്സിൻ്റെ സ്വസ്ഥതകൾ നഷ്ടപ്പെടുകയാണ്. അപ്പം അതിൻ്റെ പരിണിതഫലം അവൻ ജീവിതം അവസാനിപ്പിക്കുവാനും മറ്റു ചിലരുടെ ജീവിതം അവസാനിപ്പിക്കുവാനുമുള്ള ശ്രമമാണ് സാധാരണ നമ്മൾ കണ്ടുവരുന്നത്. സംശയത്തിൻ്റെ അടിത്തറയിൽ മനുഷ്യരെ കൊല്ലുകയും തന്നെത്താൻ കൊല്ലുകയും ചെയ്യുന്ന റിപ്പോർട്ടുകൾ ധാരാളം നമുക്ക് കാണുവാൻ കഴിയും. അതൊരു ആശയക്കുഴപ്പത്തിൻ്റെ ഒരാത്മാവും കൂടിയാണ് സംശയം എന്ന് പറയുന്നത്. അതിൻ്റെ പരിണതഫലമായി ദണ്ഡനം ഉണ്ടാക്കുക, നുണക്കഥകളുടെ പ്രേരണകൾ ഉണ്ടാകുക, ദൈവവചനത്തെ നിഷേധിക്കുക, അങ്ങനെ മനുഷ്യനെ പീഡിപ്പിക്കുന്നു.
അപ്പോൾ അതിനോടൊപ്പം തന്നെ സംശയത്തോടൊപ്പം തന്നെ ഭ്രാന്തും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സംശയം കൂടി 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 ഒരു ഭ്രാന്തായി മാറാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംശയം വന്നു കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ, ഉദാഹരണം ഒരാൾക്ക് ഭ്രാന്ത് ഉണ്ടായിരുന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഒരാൾക്കൊരു മാനസിക രോഗം, അല്ലെങ്കിൽ ഒരാൾക്കൊരു മാരകമായ രോഗം ഉണ്ടെങ്കിൽ സംശയത്തിൻ്റെ സ്വാധീന ശക്തി അവരിൽ വന്നാൽ അവർ തന്നെ പറയാൻ തുടങ്ങും, എനിക്കും അതുപോലെ വരും, എന്നെയും അങ്ങനെ ആക്കി തീർക്കും. പിശാച് അങ്ങനെ അവനെ കൊണ്ട് പറയിപ്പിക്കും, നിന്നെയും അങ്ങനെ ആക്കും. ശരിക്കും അതൊരു ദുരാത്മാവ് തന്നെയാണ്. അപ്പോൾ ആ ദുരാത്മാവിൽ നിന്ന് മനുഷ്യൻ മോചനം പ്രാപിക്കണം. സംശയത്തിൻ്റെ വേരുകൾ, സംശയത്തിൻ്റെ വിത്തുകൾ, സംശയത്തിൻ്റെ ഏതെങ്കിലും സിംറ്റങ്ങൾ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനോട് യാത്ര പറയണം. അനുബന്ധമായിട്ടുണ്ടാകുന്ന മറ്റൊരു കാര്യമാണ് നാവിനെ ബാധിക്കുന്ന ദുരാത്മാവ്. നാവിനെ ബാധിക്കുന്ന ദുരാത്മാവെന്ന് പറയുമ്പോൾ, ഒന്ന്, ചിലർ നുണ പറയുക. ചിലർ സ്ഥിരമായി നുണ പറയണം. അവർക്ക് ഉറങ്ങുന്നതിന് മുമ്പ് ഒരു നുണ പറഞ്ഞെങ്കിലേ അവർക്ക് ഉറക്കം വരികയുള്ളൂ. സ്ഥിരമായ നുണ പറയുന്ന ആൾക്കാരുണ്ട്. അത് നാവിനെ ബാധിച്ചിരിക്കുന്ന ഒരു ദുരാത്മാവാണ്. മനസ്സിനെ ബാധിച്ചിരിക്കുന്ന നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നാവിനെ ബാധിക്കുന്ന ദുരാത്മാവ്, അതായത് നുണ പറയുക. ചിലർ സ്ഥിരമായിട്ട് നുണ പറയുക. രണ്ടാമത്തത്, നാവിനെ ബാധിക്കുന്ന ദുരാത്മാവിൻ്റെ ശക്തി എന്ന് പറയുന്നത് ശാപവാക്ക് പറയുക. സംസാരത്തിനിടയിൽ ആരെയെങ്കിലും ഒന്ന് ശപിച്ച് അവർക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ തന്നെത്താനെങ്കിലും അവർ ശപിക്കും. അങ്ങനെ ശാപവാക്ക് പറയുന്ന ഒരു സ്വാധീന പിശാചിൻ്റെ ശക്തിയുണ്ട്. അത് നാവിനെ ബാധിക്കുന്നതാണ്. മൂന്നാമത് നാവിനെ ബാധിക്കുന്ന ഒരു ദുരാത്മ ശക്തിയാണ് ദൂഷണം പറയുക. ചിലർക്ക് പരദൂഷണം പറഞ്ഞേ പറ്റുകയുള്ളൂ. പരദൂഷണം പറയണം, മറ്റാരെയെങ്കിലും ഒന്ന് ശപിച്ചല്ലാതെ അവർക്ക് 5 വാക്ക് പറയാൻ കഴിയത്തില്ല. ഒരു 5 വാക്ക് പറയണമെങ്കിൽ അതിനുള്ളിൽ ആരെങ്കിലും അവർക്കൊന്ന് ശപിച്ചിട്ട് ഒന്ന് ശാപവാക്ക് പറഞ്ഞെങ്കിലേ അവർക്ക് ഒതുങ്ങുവാൻ കഴിയത്തുള്ളൂ. ശാപത്തിൻ്റെ വാക്കുകൾ പറഞ്ഞെങ്കിൽ മാത്രമേ അവരുടെ 5 വാചകം അവർക്ക് പൂർത്തീകരിക്കാൻ പറ്റുകയുള്ളൂ. അത് നാവിനെ ബാധിക്കുന്ന ഒരു ദുരാത്മാവാണ്. അപ്പോൾ 3 കാര്യങ്ങൾ ഞാൻ നാവിനെ ബാധിക്കുന്ന ദുരാത്മാവിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ തന്നെ ഇവരോടൊപ്പം വരുന്ന 2 ദുരാത്മാക്കളുണ്ട്. അവർ പ്രാർത്ഥനയ്ക്കും പോവും. ആ ദുരാത്മാക്കൾ, ഒന്ന് വിമർശനത്തിൻ്റെ ആത്മാവാണ്. പ്രാർത്ഥനയ്ക്ക് വരുന്ന 2 ദുരാത്മാവാണ് കേട്ടോ. വിമർശനം. രണ്ടാമത്തത് പരദൂഷണം പറയുക. പരദൂഷണം, മറ്റൊരുത്തനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറഞ്ഞെങ്കിൽ അവർ യോഗം കഴിഞ്ഞ് ആരെക്കുറിച്ചെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടേ അവർ പോകത്തുള്ളൂ. കുറഞ്ഞ വർഷം അന്ന് പ്രസംഗിച്ച പാസ്റ്ററെക്കുറിച്ചെങ്കിലും അല്ലെങ്കിൽ അന്നത്തെ വിഷയത്തെക്കുറിച്ചെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടേ അവർ പരദൂഷണം മറ്റുള്ളവരെ കുറിച്ച് പറഞ്ഞേ പോകത്തുള്ളൂ. അപ്പോൾ ഇത്യാദി കാര്യങ്ങളാണ് മനുഷ്യൻ്റെ മനസ്സിനെയും മനസ്സിൻ്റെ നാവിനെയും ബാധിക്കുന്ന ദുരാത്മ ശക്തികൾ എന്നുള്ളത്. ദുരാത്മാവെന്ന് പറയുന്നത് ചിലർ വിചാരിച്ചിരിക്കുന്നത് വലിയ ഭൂതങ്ങൾ ഇളകി മറിയുന്നതും നാക്ക് നീട്ടുന്നതും ശബ്ദം ഉണ്ടാക്കുന്നതും മുടി അഴിച്ചിട്ട് നൃത്തം ചെയ്യുന്നതൊക്കെയാണ് ചിലർ ഭൂതങ്ങളായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. അങ്ങനെയല്ല. കൊച്ചു കൊച്ചു ഭൂതങ്ങളാണിതെല്ലാം. പരദൂഷണം പറയുന്ന ഒരു ഭൂതമാണ്, ഒരു ദുരാത്മാവാണ്. വിമർശനം നടത്തുന്നത്, ക്രിയാത്മകമായ വിമർശനങ്ങൾ നല്ലതാണ്. എന്നാൽ എല്ലാത്തിനും വിമർശിച്ച് തരം താഴ്ത്താൻ നോക്കുന്ന ആൾക്കാരുണ്ട്.
അത് തികച്ചും ഒരു ദുരാത്മാവാണ്, ദുർഭൂതമാണ് എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ അതിനെ അതിജീവിക്കുവാനായിട്ട് ഒരു ദൈവം ഇതിന് കഴിയണം. ദൈവം അതിനത് കഴിയുന്നില്ലെങ്കിൽ ആ വ്യക്തി എവിടെങ്കിലും പോയി ദുരാത്മാവിന് കീഴടങ്ങേണ്ടി വരും. കാരണം ഒരു വ്യക്തിയിൽ ദൈവാത്മാവ് ഉള്ളപ്പോൾ തന്നെ അവൻ്റെ മനസ്സിനെ ബാധിക്കുന്ന ദുരാത്മശക്തിയുമുണ്ട്. ആ ദുരാത്മശക്തിയെ ജയിക്കണമെങ്കിൽ മനസ്സിനെ അവൻ ശുദ്ധീകരിക്കുവാനിടയായിത്തീരണം. ഒരാളുടെ ബന്ധനം എന്ന് പറയുന്നത് അയാളുടെ മാനസികമായ നിലയെ ബാധിച്ചാണ് ബന്ധനം ഉണ്ടാകുന്നത്. പലപ്പോഴും പലരും ബന്ധനമെന്ന് പറയുന്നത് തുടർമാനം സാമ്പത്തികം ഇല്ലാതെ വരിക, തുടർമാനം രോഗങ്ങളുണ്ടാകുക, തുടർമാനം പ്രാർത്ഥിച്ചിട്ട് മറുപടി ഉണ്ടാകാതിരിക്കുക എന്ന നിത്യാദി കാര്യങ്ങൾ കാണുമ്പോഴാണ് ബന്ധനമെന്ന് പലരും പറയുന്നത്. പക്ഷെ അതിനേക്കാൾ ബന്ധനമാണ് അവൻ്റെ മനസ്സിലെ ചിന്തകൾ മാറ്റാത്തിടത്തോളം കാലം അവനിൽ സ്വാധീനിച്ചിരിക്കുന്ന ദുഷ്ടശക്തിയിൽ നിന്നുള്ള വിടുതൽ. ആ ദുഷ്ടശക്തിയിൽ നിന്ന് അവൻ വിടുതൽ എടുക്കണമെങ്കിൽ അവൻ്റെ മനസ്സിൻ്റെ ചിന്താഗതിക്ക് മാറ്റം വേണം. ചിന്താഗതിക്ക് പലർക്കും മാറ്റമില്ലല്ലോ. പ്രസംഗമുണ്ട്, പാട്ടുണ്ട്, ആരാധനയുണ്ട്, അന്യഭാഷയൊക്കെ ഉള്ളപ്പോഴും ചിന്താഗതിക്കൊന്നും പലരുടെയും മാറ്റം വന്നിട്ടില്ല. ചിന്താഗതി മാറിയെങ്കിൽ മാത്രമേ ആ ദുർഭൂതം അവിടുന്ന് പോകത്തുള്ളൂ, ദുരാത്മാവ് അവിടുന്ന് പോകത്തുള്ളൂ. ആ ദുരാത്മാവ് ഇരുന്നാൽ അവരെ ദണ്ഡനത്തിന് കൊണ്ടുപോകും. പിശാച് ദണ്ഡിപ്പിക്കും, പല കാര്യങ്ങൾ പറഞ്ഞ് അവരെ മാനസികമായി ദണ്ഡിപ്പിക്കുവാനുള്ള സാഹചര്യങ്ങൾ അവനുണ്ടാക്കി വെക്കും. കാരണം അവൻ്റെ മനസ്സിന് ചിന്താക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയാണ്, അവിശ്വാസം കൊണ്ടുവരികയാണ്, സംശയം കൊണ്ടുവരികയാണ്. ഒരു മനുഷ്യന് അവിശ്വാസവും സംശയവും ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അവൻ എന്തെല്ലാം ചെയ്താലും അവൻ വിജയിക്കത്തില്ല. സംശയമാണ് എല്ലാത്തിനും, അവിശ്വാസമാണ്. അവിശ്വാസം ഒരാളുടെ ഉള്ളിൽ വന്നാൽ, സംശയം ഒരാളുടെ ഉള്ളിൽ വന്നാൽ ആ വ്യക്തി പിന്നീട് അങ്ങോട്ടുള്ള നാളുകളിൽ പരാജയത്തിലേക്ക് സാവധാനത്തിൽ ചെന്ന് കൂപ്പുകുത്തും എന്നുള്ളത് യാതൊരു സംശയമില്ല. അതുപോലെ തന്നെ അവൻ്റെ നാവിലും ബാധിച്ചിരിക്കുന്ന, മനസ്സിലും നാവിലും ബാധിച്ചിരിക്കുന്ന ശക്തിയിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ ദൈവസന്നിധിയിൽ കുറ്റങ്ങൾ ഏറ്റുപറയുക, അവൻ്റെ സംശയത്തിന് അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങളെ മനസ്സിൽ നിന്ന് പുറത്താക്കുക. അങ്ങനെ പുറത്താക്കി അവൻ പ്രാർത്ഥിച്ചാൽ നിമിഷം തന്നെ അവൻ്റെ ബന്ധനം വഴിയും വിടുതലുണ്ടാകും, ശക്തരായി മാറും. സാധാരണ വിശ്വാസികളിൽ സ്വാധീനിക്കുന്ന ചില വസ്തുതകളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിച്ചത്. നാവിനെ ബാധിക്കുന്ന, നുണക്കഥകൾ കൊണ്ട് നാവിനെ ബാധിക്കുന്ന സാത്താന്യ ശക്തികൾ, പൈശാചിക ശക്തികൾ, സ്ഥിരമായി നുണ പറയുന്ന ആൾക്കാർ, ശാപവാക്കുകൾ പറയുന്ന ആൾക്കാർ, ശപിക്കുന്ന ആൾക്കാർ, ദുർഭാഷണം നടത്തുന്ന ആൾക്കാർ, ചിലർക്ക് പരദൂഷണമാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നിന്നെല്ലാം വിടുതൽ പ്രാപിക്കുവാൻ, അവൻ്റെ മനസ്സിനെ ശുദ്ധീകരിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിക്ക് പൂർണ്ണമായി വിടുതൽ കിട്ടും. യേശുവിൻ്റെ നാമത്തിലുള്ള ജയം അവൻ്റെ മേൽ പകരും. അതിനായി ഈ വചനം കേട്ടവരുടെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഗോഡ് ബ്ലസ് യു.